എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി അദ്ദേഹം ഇപ്പോൾ ഒരു മോദി ഭക്തനായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം കണ്ട എല്ലാ ഇന്റർവ്യൂവിനും കണ്ടു. ഒന്ന് കൊടുത്തത് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടിവിക്കകത്ത്. അത് അർണബ് ഗോസ്വാമി വിനയം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടും നടു നിവർത്തി പോലും ഇന്റർവ്യൂ നടക്കുന്നില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതേപോലെ ടൈംസ് നൗവിൽ നാവിക കുമാർ ചോദിക്കുന്ന ചോദ്യമൊക്കെ മോദി ഭക്ഷണം കഴിച്ചോ, മോദി എങ്ങനെ ഇങ്ങനെ ഓടുന്നു, ഒരു രാഷ്ട്രീയ ചോദ്യം പോലും. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമല്ലേ? ഇവിടെ ആളുകളെ മതത്തിന്റെ പേരിൽ ഇല്ലാതാക്കുന്നു. നിങ്ങൾ മണിപ്പൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരൊറ്റ പൊളിറ്റിക്കൽ ചോദ്യം പോലും ഈ പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ചോദിച്ചിട്ടില്ല. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. സിന്ധു സൂര്യകുമാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടില്ലേ? അതെങ്ങനെയാ ശബരി ശരിയാവുക? അത് പൊളിറ്റിക്കൽ അല്ലേ ആ ചോദ്യം? അത് പിന്നെ നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടേക്കറി കുരുങ്ങി. മണിപ്പൂരിൽ എന്ത് മറുപടിയാണ് പറഞ്ഞത്? മറുപടി എന്താണ്? ഇത് ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. ചോദിച്ചിട്ടില്ല. എന്തുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1.5 വർഷമായിട്ടും മണിപ്പൂർ കത്തുമ്പോൾ എന്തുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ള ചോദ്യത്തിന് കൺവിൻസിംഗ് ആയിട്ട് മറുപടി കിട്ടാത്തപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ ആ സെറ്റുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല. സെറ്റ് ഇട്ട് ടെലിപ്രോംപ്റ്റർ ഇട്ടുള്ള ഇന്റർവ്യൂകൾക്ക് മാത്രമേ മോദിയെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കുറേയാളും വിമർശിക്കാൻ വേണ്ടി നന്നായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ്. നിങ്ങളാൽ ഇപ്പോൾ മോഡി ഭക്തി എന്ന് പറയുന്ന അയാൾ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി രീതി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ പറയും. അത് നിങ്ങളെ നേതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മോഡി ഭക്തി ഒന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ശബരി രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പേ മോഡിക്കെതിരെ പുസ്തകം എഴുതിയ ആളെ, അവിടുത്തെ ബെസ്റ്റ് സെല്ലറായിരുന്ന പുസ്തകം എന്ന് അന്ന് ഞാൻ മോഡിയെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഹിന്ദിയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടതാ. അതിന് ടെലിപ്രോംപ്റ്റർ ഒന്നും ഇല്ല. നിങ്ങൾ പറഞ്ഞ മീഡിയ ആയിട്ട് മിണ്ടുന്നില്ല. ഇപ്പോൾ മോഡി മീഡിയ ആയിട്ട് മിണ്ടുന്നു. അപ്പൊ നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സിന്ധു സൂര്യകുമാർ ചോദിച്ച ചോദ്യം അതെ ഞാൻ പറഞ്ഞു. ഇഷ്ടമുള്ള മീഡിയ ആയിട്ട് മാത്രമേ മിണ്ടുന്നുള്ളൂ. ഇഷ്ടമുള്ള മീഡിയ, ഇഷ്ടമുള്ള ചോദ്യങ്ങൾ അത് സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? മൊത്തത്തിൽ ഈ ഇലക്ഷൻ എങ്ങനെയാണോ മാർച്ചിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാവുന്നു. മെയ് മാസമാകുമ്പോഴേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. എന്താ മിസ്റ്റർ നന്ദൻ പറയണം? ലെറ്റ്സ് ഷെയർ ദി ജോക്ക്. വെൽ, അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ശബരിനാഥ് ഇവിടെ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളെ വാസ്തവത്തിൽ അഭിലാഷ് എതിർക്കേണ്ടതായിരുന്നു. ശബരി പറഞ്ഞ എന്താണ്? നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തെന്ന് പറഞ്ഞു. അഭിലാഷ് മൗനത്തിലായിരുന്നു. എന്തേ അഭിലാഷ് പറയാതിരുന്നത്? മാതൃഭൂമിക്ക് കിട്ടിയില്ലേ അഭിമുഖം? മാതൃഭൂമി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നത് കൊണ്ടാണോ അഭിമുഖം കിട്ടിയത്? അല്ലെങ്കിൽ മാതൃഭൂമി പറയണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു പ്ലാൻഡ് ആയിട്ട്? ഞാൻ പറഞ്ഞോട്ടെ, എന്നെ തടസ്സപ്പെടുത്തരുത് പ്ലീസ്. അവിടെ ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുന്ന അഭിമുഖങ്ങൾ മുഴുവൻ വളരെ ആസൂത്രിതമായിട്ടുള്ള, കെട്ടിച്ചമച്ചിട്ടുള്ള, മറുചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്ത, അജണ്ട വെച്ചിട്ടുള്ള, തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മാത്രം അഭിമുഖങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശബരിനാഥ് മാതൃഭൂമിയുടെ ഫ്ലോറിലിരുന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തയാൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരു തരത്തിലും നരേന്ദ്രമോദി അഭിമുഖത്തിൽ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല എന്ന് മാതൃഭൂമി പറയണം ഈ ചർച്ചയിൽ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇല്ല, ഏതാ ശരി? ഒന്ന് പറയേ അഭിലാഷ്. അല്ല, അപ്പോ മാതൃഭൂമി ഈ ശബരിനാഥ് പറഞ്ഞ് ശരിയാണോ തെറ്റാണോ ബോധ്യപ്പെടുമല്ലോ. അല്ല, എന്തായാലും ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ എങ്ങനെ ഇരിക്കണം? ചോദിച്ചു, അതിന്റെ ഉത്തരം അല്ലല്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം സ്റ്റേജിലായിരുന്നോ? അല്ല, സ്റ്റേജിലൊന്നും ആയിരുന്നില്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ സ്റ്റേജിലായിരുന്നോ? അല്ല, ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം, രണ്ടാമത്തെ ദിവസം ഇന്റർവ്യൂ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക ഏത് ദിവസം തടസ്സം ഉണ്ടായിരുന്നോ? തടസ്സം ഉണ്ടായിരുന്നോ? തടസ്സം ഒരു ഇന്റർവ്യൂ സ്വാഭാവികമായി എങ്ങനെയാണോ? ഞാൻ മോദിയുടെ കാര്യം പറയുന്നത്. ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു. ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു. അല്ല അഭിലാഷ് പ്ലീസ്, ശബരിനാഥ് കാര്യങ്ങളിലേക്ക്. ശബരിനാഥ് എന്താ പറഞ്ഞത്?
അല്ല അത് തെറ്റാണെങ്കിൽ അങ്ങ് പറയൂ. കാരണം അങ്ങാണല്ലോ എന്നെക്കാൾ ഇത് പറയാൻ യോഗ്യൻ, അങ്ങാണല്ലോ, അങ്ങയുടെ സ്ഥാപനമാണല്ലോ ഇന്റർവ്യൂ നടത്തിയത്, അങ്ങ് പറയൂ. കയ്യിന്ന് പോയടാ ചാർലി. മോദി ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ? അങ്ങയുടെ സ്ഥാപനം നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിൽക്കുന്നതാണോ? മറുപടി പറയായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേജിലായിരുന്നോ? ഇല്ല, മാതൃഭൂമിയുടെ അഭിമുഖം സ്റ്റേജിലായ അഭിമുഖമായിരുന്നില്ല. ശബരിനാഥ് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് ശബരിനാഥ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. അഭിലാഷ് പ്ലീസ്. അല്ല, ശബരിനാഥ് ഞാൻ പറഞ്ഞു കേൾക്കൂ, തടസ്സപ്പെടുത്തരുത്. ശബരിനാഥ് മാത്രമല്ല, നരേന്ദ്രമോദി അഭിമുഖം കൊടുത്ത മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ അല്ല അദ്ദേഹം കൊടുത്ത അഭിമുഖം മുഴുവൻ എന്നാ പറഞ്ഞ മാതൃഭൂമി ഉൾപ്പെടെ അഭിലാഷെ പറയാം. പക്ഷെ അഭിപ്രായം പറയുമ്പോ മാതൃഭൂമിയെ കൂടി പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ടാണ് ശബരിനാഥ് പറഞ്ഞത്. നരേന്ദ്രമോദി കൊടുത്ത അഭിമുഖം മുഴുവൻ സ്റ്റേജ്ഡ് ആണ്. നരേന്ദ്രമോദിക്ക് ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. നരേന്ദ്രമോദി മുഴുവൻ തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അഭിമുഖം കൊടുത്തെന്ന് ശബരിനാഥ് പറയുമ്പോ അഭിലാഷ് പറയണമായിരുന്നു, അല്ല എന്റെ സ്ഥാപനം അങ്ങനെയല്ല, എന്റെ സ്ഥാപനത്തിനെ നരേന്ദ്രമോദി ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എന്റെ സ്ഥാപനം നടത്തിയ അഭിമുഖം സ്റ്റേജിലായിരുന്നില്ല, എന്റെ സ്ഥാപനം കൃത്യമായ അഭിമുഖം നടത്തിയിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മണിപ്പൂർ സംബന്ധിച്ച ചോദ്യം മാതൃഭൂമി ചോദിക്കാൻ ആർജവം കാണിച്ചിട്ടുണ്ട് എന്ന് എന്തേ അഭിലാഷിന് പറയാൻ പറ്റാതെ പോകുന്നു? ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. എന്തേ നിങ്ങൾക്ക് പറയാൻ പറ്റാതെ പോകുന്നു? നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശബരിനാഥിന്റെ ഈ ചോദ്യങ്ങളെ നിങ്ങൾ കൗണ്ടർ ചെയ്തില്ല. ഞാൻ പറയട്ടെ, ഒന്ന് ആണല്ലോ പറഞ്ഞത്. നിങ്ങൾ അടക്കമുള്ളവരെയല്ലേ പ്രതിയല്ലോ ശബരി പറഞ്ഞു. കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയേ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക്. മാതൃഭൂമിയുടെ അല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക്. നരേന്ദ്രമോദിയുടെ മണിപ്പൂരിന്റെ ചോദ്യം ചോദിക്കരുത് എന്ന് മാതൃഭൂമിയോട് പറഞ്ഞു. മാതൃഭൂമി എല്ലാ നേതാക്കളുടെയും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് സ്റ്റേജിലായിട്ടുള്ള ഇന്റർവ്യൂ അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് അത്ര മതി. എന്ത് പറ്റിയടാ? എനിക്ക് അഭിലാഷ് പറഞ്ഞ ആ കാര്യം മതി. നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അല്ല, ഒരു സെക്കൻഡ്, കാര്യം ജനങ്ങൾക്ക് വ്യക്തമായല്ലോ. മാതൃഭൂമി പോലെ ഒരു സെക്കൻഡ്, ശബരി എന്റെ സമയമാണ്. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. മാതൃഭൂമി പോലെ 24 മണിക്കൂറും ഒരു മിനിറ്റ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുതൽ നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ തുടർച്ചയായി എല്ലാ ദിവസവും ചർച്ച നടത്തുകയും BJP തോൽക്കാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വേണമെങ്കിൽ മന്ത്രവാദം വരെ നടത്താൻ തയ്യാറുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു സ്ഥാപനത്തിന് പോലും ഞങ്ങൾ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്നിട്ടും അവിടെ മണിപ്പൂരിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കേണ്ട എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല. മാതൃഭൂമി ആർജവത്തോടു കൂടി പോയി അഭിമുഖം എടുത്തിട്ടുണ്ട്. ആർജവത്തോടു കൂടി മോദി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശബരിനാഥിനുള്ള ഉത്തരം. അത് അഭിലാഷ് പറയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്കൊരു പിടിയും കിട്ടില്ല. അഭിലാഷ് പറയുന്നില്ല. മാതൃഭൂമിയെ ഡിഫെൻഡ് ചെയ്യാൻ ഉത്തരവാദിത്തം അഭിലാഷോട് താങ്കളാണ് മാതൃഭൂമിയുടെ അഭിമുഖത്തെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു. മണിപ്പൂരിന്റെ ചോദ്യം ചോദിക്കാൻ മാതൃഭൂമിക്ക് കുഴപ്പമുണ്ടായിരുന്നോ? ജനങ്ങൾ കേൾക്കട്ടെ. ജനങ്ങൾ കേൾക്കട്ടെ. ജനങ്ങൾ കേൾക്കട്ടെ. മാതൃഭൂമി പറയാം. ഒരു സെക്കൻഡ് ശബ്ദം ഉണ്ടാക്കരുത്. ശബരി എന്റെ സമയം പ്ലീസ് തടസ്സപ്പെടുത്തണ്ട. ശബരി തടസ്സപ്പെടുത്തില്ല, താങ്കളുടെ സമയം. ഈ ഇലക്ഷനെ സംബന്ധിച്ച ചോദ്യം ചോദിക്കരുത് എന്ന് BJPയോ മോദിയോ മാതൃഭൂമിയോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മറുപടി പറയേ. ഇല്ല, പറഞ്ഞിട്ടില്ല. സ്റ്റേജ് ആയിരിക്കണമെന്നോ ശബരിനാഥ് പറയുന്നത് പോലെ മോദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾ സമ്മതിച്ചാൽ മതി എന്നേ. അതെപ്പോഴേ സമ്മതിച്ചാൽ മതി. നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. അല്ലല്ല, ശബരിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാൻ മാതൃഭൂമിക്ക് നരേന്ദ്രമോദി കൊടുത്ത ഇന്റർവ്യൂ മാത്രം മതി. ശരി, ഓക്കെ. മാതൃഭൂമിയോട് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും മോദി ചെയ്തിട്ടില്ല എന്ന് ഇവിടെ അഭിലാഷ് സാക്ഷ്യപ്പെടുത്തുന്നു, മാതൃഭൂമി സാക്ഷ്യപ്പെടുന്നു. പിന്നെ എന്താ ശബരി, എന്തിനാ നിങ്ങൾ ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. ഞാനൊരു സത്യം പറയട്ടെ. എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ടാ. മണിപ്പൂർ എന്ന് പറഞ്ഞ വാക്ക് പ്രതിപാദിച്ചത് ഞാൻ കണ്ടിട്ടില്ല. മാതൃഭൂമിയിൽ മനോജ് കെ ദാസ് ഇന്റർവ്യൂവിൽ മണിപ്പൂർ എന്നുള്ള വാക്ക് ആ ഇന്റർവ്യൂവിൽ കണ്ടിട്ടില്ല. മാതൃഭൂമിക്കെതിരെ അല്ല, ശബരിയുടെ ഡയറക്റ്റ് ആരോപണം എങ്ങനെയാണോ ഖാർഗെയോട് ചോദിച്ചതുപോലെ അതുപോലെ ശബരിയുടെ ഡയറക്റ്റ് ആരോപണമാണ്. എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്.
അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. അത് സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല. ഖാർഗെയോട് എങ്ങനെയാണോ ചോദിച്ചത് അതേ ചോദ്യം മോദിയോടും ചോദിച്ചിട്ടുണ്ട്. മോദിക്കും ഖാർഗെയ്ക്കും ഒരേ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ 100% നിഷ്പക്ഷമായിട്ടാണ്, അതിൽ 100% നിഷ്പക്ഷമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഖാർഗെയോട് ചോദിച്ചിട്ടുണ്ട്, മോദിയോടും ചോദിച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള എന്താ പറയാ, അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംഭവമില്ല. വളരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല, ആ ഇന്റർവ്യൂ എടുത്ത് ഇനി ആർക്കും വായിക്കാം, അത് ഓൺലൈനിലുണ്ടല്ലോ. ചരിത്രത്തിലാദ്യമായി അഭിലാഷ് മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നു. അല്ല, നല്ലത് പറഞ്ഞതല്ല, ഞാൻ ആ അഭിമുഖത്തെ കുറിച്ച് പറഞ്ഞ അഭിലാഷ് മോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഞാനിപ്പോ ഒരുപാട് നന്ദി. ഞാൻ എന്തായാലും കലക്കിട നീ ഒരുപാട് നല്ലത് പറയലും മോശം പറയലൊന്നും അല്ല. നമ്മൾ ഒരു കാര്യം വിശകലനം ചെയ്യലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ മോശം പറയലൊന്നുമല്ല, നമ്മൾ വിശകലനങ്ങൾ ചെയ്തു പോകല്ലേ. അതേ ഉള്ളൂ. വളരെ താൻ എന്ത് സംസാരിക്കാനാണ്?